കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഈ ആപ്ലിക്കേഷൻ പരിചയമുണ്ടായിരിക്കാം. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ബെസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷനെ പറയാം. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന്റെ ഫയൽ സൈസ് ഇച്ചിരി കൂടുതലാണ്. 73 MB ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്നും ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഫോണിന്റെ ക്യാമറ ആയിരിക്കും ഓപ്പൺ ആവുക. നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ക്രോപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഞാനിത് ഇവിടെ നിന്നും ക്രോപ്പ് ചെയ്യുകയാണ്. ഈ ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഫോട്ടോയിൽ വരുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുന്നു. അതോടൊപ്പം തന്നെ കുറെ ആനിമേഷനുകൾ ഇതിൽ വരുന്നു. ഇത് ആദ്യത്തെ ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് ഐ എം ലക്കി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആദ്യം. അതല്ലാതെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷനുകൾ നമുക്ക് അടുത്തതായിട്ട് ലഭിക്കും. ബ്ലർ ചെയ്യാൻ സാധിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബ്ലർ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. വൺ ക്ലിക്കിലാണ് നിങ്ങൾക്കിത് ബ്ലർ ചെയ്യാൻ സാധിച്ചത്. നോക്കുക, ബ്ലറിന്റെ എഫക്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. നോക്കുക, ബ്ലർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അതിനുശേഷം അടുത്ത ഓപ്ഷനാണ് ഫൺ. ഫണ്ണിൽ നിങ്ങൾക്ക് ഒരുപാട് ആനിമേഷനുകൾ ലഭിക്കും. ഇത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇങ്ങനെയുള്ള ആനിമേഷനുകൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമാകും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ ഫോട്ടോയിൽ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷനുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മ്യൂസിക് കൊണ്ട് ഞാനിത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നോക്കുക, ഇത്ര മനോഹരമായിട്ടുള്ള എഫക്റ്റുകളാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഒരുപാട് എഫക്റ്റുകളുണ്ട് ഇവിടെ. ഓരോന്നായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും. അതിനുശേഷം അടുത്ത ഓപ്ഷനാണ് ബ്യൂട്ടി. ബ്യൂട്ടിയിൽ എന്തൊക്കെ വരുമെന്ന് നോക്കാം. നോക്കുക, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള കളറുകൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. നോക്കുക, അതിനുശേഷം അടുത്ത ഓപ്ഷൻ കസ്റ്റം. കസ്റ്റമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒന്ന് ഗാലറിയിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് ആക്കി കൊടുക്കാൻ സാധിക്കും. നോക്കുക, ഗാലറിയിൽ നിന്ന് ഈ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ആയി കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഞാൻ മറ്റൊരു ഫോട്ടോ ഇവിടെ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ വീണ്ടും ഗാലറി ഓപ്പൺ ആക്കിയാണ്. അതിനുശേഷം ഒരു ഫോട്ടോയുടെ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുകയാണ്. നോക്കുക, ഫോട്ടോ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിമൂവ് ആയി. കാരണം നമ്മൾ കസ്റ്റം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ആ ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഇതുപോലെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഇനിയും പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അത് മറ്റ് സുഹൃത്തുക്കൾക്ക് ഉപകാരമാകും. ഇതിലും നമുക്ക് ഓരോ എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. നോക്കുക, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുക, എത്ര പെർഫെക്റ്റ് ആണ് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുക, ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ബ്ലർ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബ്ലർ ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ച് ബ്ലർ ചെയ്യാൻ സാധിക്കും. ബ്ലർ എഫക്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഐ എം ലക്കി എന്നുള്ളിടത്ത് നിങ്ങൾക്ക് പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ലഭിക്കും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്പിൻ ചെയ്ത് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.